പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ എളങ്ങോയി ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 4 മക്കളാണുള്ളത്. 3ാമത്തെ കൊച്ചിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ 3ാമത്തെ മകന് 2.5 വയസ്സായിട്ടും ഒരു അമ്മ എന്നൊരു വാക്കല്ലാതെ വേറൊന്നും പറയില്ല, ഒരക്ഷരം ഉണ്ടല്ല അല്ലേ. അതിൻ്റെ ഇളയ കൊച്ചു വർത്താനം പറയാൻ തുടങ്ങുകയും കൂടി ചെയ്തു. ഇതിൻ്റെ ഇളയ കൊച്ചു നല്ല സംസാരിക്കാൻ തുടങ്ങി. ദൈവമേ എന്ന് വിളിച്ചോണ്ട് ഞാൻ കരയാൻ തുടങ്ങി. അപ്പോൾ ഈ മൂത്ത കുട്ടിയുടെ കാര്യം കാണുമ്പോൾ ദൈവമേ എന്ന് വിളിച്ച് അമ്മ കടന്ന് കരച്ചിലും ആരംഭിച്ചു. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. അപ്പം സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇപ്പം 4 പിള്ളേരെ കൊണ്ട് ഞാൻ വീട്ടിലാരുമില്ലാതെ ഞാൻ ഇങ്ങനെ പോകും എന്നോർത്തോണ്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അയലോക്കത്തെ ചേച്ചി പറഞ്ഞു, നിങ്ങൾ ഈ അഭിഷേകത്തിന് ആണ് 11 മണിക്ക് സ്പീച്ച് തെറാപ്പിക്കൊന്നും പോകണ്ട, 11 മണിക്കത്തെ അഭിഷേകത്തിന് കാണ്, അതിൽ കൊച്ചിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. വിശ്വാസികളല്ലേ എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചി ചെറുതായിട്ടൊന്ന് ശാസിച്ചിട്ട് അഭിഷേകത്തിനെ കാണാൻ നിർദ്ദേശിച്ചു. ഞാൻ ഈ മൂത്ത 2 കൊച്ചുങ്ങളെ സ്കൂളിൽ പോയി ഇളയ 2 പിള്ളേരെ എൻ്റെ 2 തൊടയിലും വെച്ചോണ്ട് യേശുവേ എൻ്റെ കൊച്ചിനെ കനിയണമേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3ാം ദിവസം തൊട്ട് കൊച്ചു കിളി പോലെ വർത്താനം പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവമക്കളെ, എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അത്ഭുതകരമായൊരു ഇടപെടലിന് വേണ്ടി നമ്മുടെ ഭവനം നമുക്ക് തുറന്നു കൊടുക്കാം. കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലിന് വേണ്ടി നമ്മുടെ ഹൃദയം നമുക്ക് തുറക്കാം. വിശ്വാസം തീരെ മങ്ങിപ്പോയ മക്കളുണ്ട്, നല്ല വിശ്വാസാഭിഷേകം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയങ്ങളുണ്ട്. എല്ലാവരും ഇപ്പോൾ ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഇപ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുക. 2 കരങ്ങൾ ഉയർത്തി എത്രമാത്രം നല്ല സ്നേഹത്തോടെ സ്തുതിക്കാമോ അത്രയും സ്നേഹാർദ്രമായ ഹൃദയത്തോടെ നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളിലേക്ക് അഭിഷേകം നിറയട്ടെ, എല്ലാ ഹൃദയങ്ങളിലേക്ക് അഭിഷേകം നിറയട്ടെ, ഉണർവ് നിറയട്ടെ, കൃപ നിറയട്ടെ, ദാനങ്ങൾ വർഷിക്കപ്പെടട്ടെ, അഭിഷേകങ്ങൾ നിറയട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവേ ആരാധന, ആരാധന. ഹൃദയങ്ങളെ കർത്താവിന് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവേ, എല്ലാ ജീവിതങ്ങളെയും സമർപ്പിക്കുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട ബാലിക ബാലന്മാരെ, വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ വൈദികരെ, ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളെ, ഇന്ന് കർത്താവ് നമ്മളെല്ലാവരെയും അവിടുത്തെ അരൂപിയാൽ ഒരുമിച്ച് കൂട്ടി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 തിരുലിഖിതങ്ങൾ പരിചിന്തനത്തിനായി തന്നിരിക്കുകയാണ്. ഇടുങ്ങിയ വാതിൽ എന്നാണ് ഇന്നത്തെ വിഷയം. 2 തരത്തിലുള്ള വഴികൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒന്ന് നാരോ റോഡ്സ്, ദ അതർ വൺ ബ്രോഡ് റോഡ്സ്. ഇടുങ്ങിയ വഴിയുണ്ട്, വിശാലമായ പാതയുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പാതയിലാണ്. വചനത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? 13-14 തിരുലിഖിതങ്ങൾ. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ, വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്, അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. നമ്മുടെ രക്ഷകനായ യേശു 2 വഴി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇതിലേതെങ്കിലും ഒരു വഴിയിലാണ്. ഒന്ന് ഇടുങ്ങിയ വഴി, അത് ജീവനിലേക്ക് നയിക്കുന്ന വഴി. 2 വിശാലമായ വഴി, അത് നിത്യനാശത്തിൽ നിബന്ധിക്കുന്ന വഴി. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ഓരോരുത്തരും ഈ സമയം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഏത് വഴിയിൽ കൂടെയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇടുങ്ങിയ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവർക്ക് വലിയ പ്രതിഫലം, വലിയ സമ്മാനം, നിത്യജീവൻ അവരെ കാത്തിരിക്കുന്നുണ്ട്. ഏത് വഴിയിലാണ്, ഏത് റോഡിലാണ്? ഇൻ വിച്ച് റോഡ് യു ആർ ട്രാവലിംഗ്? നാരോ റോഡ്സ് ഓർ ബ്രോഡ് റോഡ്സ്? ഇന്ന് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശകലനം ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ അടുത്ത കാലത്ത് ചില ആളുകളുടെ പ്രബോധനങ്ങളും ചില ഉപദേശങ്ങളും കേൾക്കാനിട വന്നു. അവരുടെ പല ചിന്തകളുടെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മളെങ്ങനെ ജീവിച്ചാലും അവസാനം നമ്മൾ ദൈവത്തിലെത്തിച്ചേരും, നമ്മളെങ്ങനെ ജീവിച്ചാലും അവസാനം നമ്മൾ സ്വർഗത്തിലെത്തിച്ചേരും. ഇതാണ് ചില ആളുകൾ ഇപ്പോൾ മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു ചിന്താഗതി. അതനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങളിലും വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. അവർ ദേവാലയത്തിൽ വരുന്നു, ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു, പല ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ജീവിതത്തിലെ ദുർസ്വഭാവങ്ങൾ അവർ തിരുത്താൻ തയ്യാറല്ല. ജീവിതത്തിലെ ദുർനടപ്പ് അത് തെറ്റാണെന്ന് അവർക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് അനുതാപം അവർക്ക് തോന്നുന്നില്ല. ഞാൻ ഇങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ഞാൻ സ്വർഗത്തിലെത്തും എന്നതാണ് ആ വ്യക്തികളുടെ ഹൃദയത്തിൽ പല പ്രബോധനങ്ങളിലൂടെയും കിട്ടിയിരിക്കുന്ന ഒരു ചിന്താഗതി. ഇതിനെക്കുറിച്ച് ഈശോ പറയുകയാണ്: വിനാശത്തിലേക്ക് നയിക്കുന്ന വഴി വിശാലവും വിസ്തൃതവുമാണ്, അതിലെ നടക്കുന്നവരോ വളരെയാണ് താനും. വിനാശത്തിലേക്കുള്ള വഴിയാണത്. ഞാൻ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ഞാൻ എങ്ങനെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷിക്കപ്പെടും, അങ്ങനെ ചിന്തിക്കുന്നത് വിനാശത്തിലേക്ക് നയിക്കുന്ന വീതിയേറിയ വഴിയിലൂടെ പോകുന്ന മനുഷ്യർക്ക് സദൃശരായ അവസ്ഥയിലുള്ളവരാണ് എന്ന് തിരുലിഖിത പ്രകാരം നിങ്ങളൊന്ന് ഉത്ബോധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ
7-ാം അധ്യായത്തിൽ 22-23 തിരുലിഖിതങ്ങളിലൂടെ വീണ്ടും യേശു ഈ ഒരു ആത്മീയ സത്യം ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അവിടെ യേശു പറയുകയാണ്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടമുള്ള ജീവിതം നയിക്കുന്നവർ മാത്രമാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. മാത്യു 7:22-23. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല, എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. യേശുവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഈ ആളുകൾ ആരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? വലിയ മോഷ്ടാക്കളോ, വലിയ തരത്തിലുള്ള വ്യഭിചാരികളോ, വലിയ തരത്തിലുള്ള ദുഷ്ടന്മാരോ അല്ല ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ജീവിതകാലം മുഴുവനും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത ഒരു അന്തരീക്ഷമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അങ്ങനത്തെ മനുഷ്യർ പോലും തിരസ്കരിക്കപ്പെടുന്നു എന്നല്ലേ വിശുദ്ധ ലിഖിതം വെളിപ്പെടുത്തി തരുന്നത്? അങ്ങനെയെങ്കിൽ ഞാൻ എങ്ങനെ ജീവിച്ചാലും, ഞാനിപ്പോൾ ഈ ജീവിതത്തിൽ പോയ എൻ്റെ ദൈവം കരുണയുള്ള ദൈവമാണ്, എൻ്റെ ദൈവം എന്നെ നരകത്തിൽ തള്ളുകയൊന്നുമില്ല, എൻ്റെ ദൈവം ഞാൻ സ്വർഗത്തിൽ എത്തും, അങ്ങനെ പിന്നെ നമുക്ക് എങ്ങനെ വിചാരിക്കാൻ പറ്റും? വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ വലിയ പ്രസംഗ ശുശ്രൂഷകൾ നടത്തി. അദ്ദേഹത്തെ ദൈവം നേരിട്ട് വിളിച്ചു, അദ്ദേഹത്തെ പരിശുദ്ധാത്മാവ് നേരിട്ട് നയിക്കുന്നു. അങ്ങനെ എപ്പോഴും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നീങ്ങിയിരുന്ന വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 27-28 തിരുലിഖിതങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെ അല്ല, ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയല്ല. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കും. എന്തിനാ? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തന്നെ അതിന് ഉത്തരം നൽകുകയാണ്. 27-ാം വാക്യത്തിൽ പറയാണ്, ഞാൻ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ആ ദൈവ പൈതലിൻ്റെ നടപ്പനുസരിച്ച്, ആ ദൈവ പൈതലിൻ്റെ ജീവിതം അനുസരിച്ച് ഒന്നുകിൽ അവൻ സ്വീകരിക്കപ്പെടും, ഇല്ലെങ്കിൽ അവൻ തിരസ്കരിക്കപ്പെടും. വിശുദ്ധ അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, ഞാൻ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഉച്ചത്തിൽ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് തിരസ്കരിക്കപ്പെടുന്നത്? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, വിശാലമായ വഴിയിലൂടെ നടക്കുന്നവർ, അതിൻ്റെ അവസാനം നിത്യനാശം. വിശാലമായ വീതിയിലൂടെ നടക്കുന്നവർ. എന്താണ് ഈ വിശാലമായ വഴി? ആരാണ് ഈ വിശാലമായ വഴിയിലൂടെ നടക്കുന്നത്? നിയമാവർത്തന ഗ്രന്ഥത്തിൽ തൊട്ട് നമുക്കതിനെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. നിയമാവർത്തന ഗ്രന്ഥം 29-ാം അധ്യായം 18-19 തിരുലിഖിതങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ദേവന്മാരെ സേവിക്കാനായി നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് ഇന്ന് തൻ്റെ ഹൃദയത്തെ അകറ്റുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. ഇങ്ങനെയുള്ളവർ ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കും എന്ന് പറഞ്ഞ് തന്നെ അനുഗ്രഹിക്കുന്നു. All who hear the words of this oath and bless themselves, thinking in their hearts, we are safe even though we go our own stubborn ways.
we are safe even though we are going our own stubborn ways. കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും ഞാൻ സുരക്ഷിതനായിരിക്കും എന്ന് വിചാരിക്കുക. എന്താ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്ന് ചിന്തിച്ച് നോക്കുക മക്കളെ. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നീങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, ആര് പറഞ്ഞാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, എൻ്റെ ഇഷ്ടം വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ നടന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയാണ് അനേകരുടെ ഹൃദയങ്ങളിൽ ഇന്ന് സാത്താൻ പലതരത്തിലുള്ള തെറ്റായ ചിന്തകൾ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് ഞാൻ ദേവാലയത്തിൽ പോയി നന്നായിട്ട് ബലിയർപ്പിക്കും, എന്നിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും, ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ലീഡ് ചെയ്യും, ഞാൻ പാട്ട് പാടും, ഞാൻ പ്രസംഗിക്കും, എല്ലാം ചെയ്യും. എന്നിട്ട് ചെയ്യുന്നതോ എൻ്റെ സ്വന്തം ഇഷ്ടം അനുസരിച്ചുള്ള നടപ്പ്. എന്നിട്ട് ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. വിഷഫലം കായ്ക്കുന്ന കയ്പ് വൃക്ഷത്തിൻ്റെ വിഷവേര്, stubborn ways. ആര് പറഞ്ഞാലും അനുസരിക്കില്ല. സ്വന്തം ഇഷ്ടം, അതാണ് പലരുടെയും ദൈവം. സ്വന്തം ഇഷ്ടം, അതാണ് പലരുടെയും ദൈവവചനം. അതുതന്നെ അവരുടെ വഴി. വിശുദ്ധ ലിഖിതങ്ങളിൽ മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 23 വേഴ്സ് 18, പ്രഭാഷകൻ 23:18. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ടെനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിന് പേടിക്കണം? അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. ലസ്റ്റ് ഓഫ് ഫ്ലഷ്, ലസ്റ്റ് ഓഫ് ഐസ്. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ഈ ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം കുടികൊള്ളുന്നില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതൊന്നും പിതാവിൽ നിന്നുള്ളതല്ല, ദൈവം ഇല്ലാത്തതാണത്. ഇന്ന് നമ്മുടെ സന്തോഷം എന്താ? ശരീരത്തിൻ്റെ പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുക. കാണാൻ തോന്നുമ്പോൾ കാണുക, കേൾക്കാൻ തോന്നുമ്പോൾ കേൾക്കുക. അത് ദൈവം അംഗീകരിച്ചതാണോ പാപകരമാണോ ഇതൊന്നും നമ്മൾ വിവേചിക്കുന്നില്ല. അവൻ ആത്മഗതം ചെയ്യുന്നു. ഭിത്തി എനിക്ക് മറയാണ്, ഇരുട്ട് എനിക്ക് ഒളിച്ചിരിക്കാനുള്ള സങ്കേതമാണ്. അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. ഇതൊന്നും ഒരുപാട് പേരുടെ മനസ്സിരിക്കുന്ന ചിന്തയാണ്. ഇതൊന്നും സാരമില്ല. അബോർഷൻ നടത്തുന്നവർ, നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഓരോരുത്തരും അവരുടെ കുടുംബത്തിൽ കുടുംബജീവിതം ക്രമീകരിക്കുമ്പോൾ മക്കളുടെ എണ്ണം നിശ്ചയിക്കുന്ന കാര്യം തന്നെ ഓർത്ത് നോക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടമാണോ, ദൈവവചനത്തിൻ്റെ വെളിച്ചമാണോ, ദൈവവചനത്തിൻ്റെ ഉപദേശമാണോ, സ്വന്തം ഉപദേശമാണോ, സമൂഹത്തിൻ്റെ ഉപദേശമാണോ, ലോകത്തിൻ്റെ ഉപദേശമാണോ ഇന്ന് നമ്മുടെ കുടുംബത്തെ ഭരിക്കുന്നത്? വ്യഭിചാരത്തിലായാലും പോർണോഗ്രഫിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. കാണാൻ തോന്നിയ കാണും, ചെയ്യാൻ തോന്നിയ ചെയ്യും, പറയാൻ തോന്നിയ പറയും. ആത്മഗതം ചെയ്യാണ്. എന്നിട്ട് ആത്മഗതം ചെയ്യാണ്, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും അത്യുന്നതൻ എൻ്റെ പാപങ്ങളൊന്നും പരിഗണിക്കുകയൊന്നുമില്ല, ഞാൻ സ്വർഗത്തിലെത്തും. വിശാലമായ വീതിയിലൂടെ നടക്കുന്നവർ വളരെയാണ്, അത് ചെന്ന് അവസാനിക്കുന്നത് നാശത്തിൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും വിശുദ്ധ ലിഖിതങ്ങളിൽ സഫാനിയ പ്രവാചകന്റെ ഗ്രന്ഥം 1-ാം അധ്യായം 12-ാം തിരുലിഖിതം, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അന്ന് ഞാൻ ജെറൂസലേമിനെ വിളക്കുമായി വന്ന് പരിശോധിക്കും. കർത്താവ് നന്മയോ തിന്മയോ ചെയ്യുകയില്ല എന്ന് ആത്മഗതം ചെയ്ത് വീഞ്ഞിൻ്റെ മട്ടിൽ കടന്ന് ചീർക്കുന്നവരെ അന്ന് ഞാൻ ശിക്ഷിക്കും. At that time I will search Jerusalem with lamps and I will punish the people who rest
complacently on their drugs. Those who say in their hearts, the Lord will not do good, nor will he do harm. The Lord will not do good, nor will he do harm. ദൈവം നന്മയോ തിന്മയോ ചെയ്യുകയില്ല. ദൈവം ഒരു കുഴപ്പമുണ്ടാക്കില്ല. ദൈവം ഇറ്റ്സ് ഓക്കേ. ഇതാണ് വിശ്വാസികളായ പലരുടെയും ഹൃദയത്തെ ഭരിക്കുന്ന ഒരു അന്ധകാര ചിന്ത. പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, എന്നാൽ ഹൃദയം ദൈവവചനത്തിൻ്റെ വഴിയെ വിട്ടുകൊടുക്കുന്നില്ല. ഹൃദയത്തിൽ നിന്ന് വിഗ്രഹങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ആഥൻസിൽ ചെന്നപ്പോൾ ആ പട്ടണത്തെക്കുറിച്ച് ഒരു സന്നിധി പറഞ്ഞെങ്ങനെയാണ്, ഈ പട്ടണം മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മകനെ, മകളെ, നിന്റെ ഹൃദയത്തിൻ്റെ സ്ഥിതി, നിന്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? എന്താണ് വിഗ്രഹം? ദൈവത്തിൽ നിന്നും നിന്നെ തടസ്സപ്പെടുത്തുന്ന സർവ്വകാര്യങ്ങളും വിഗ്രഹങ്ങളാണ്. അന്യദൈവ ആരാധന, അതുപോലെ തന്നെ മറ്റനേകം വിഗ്രഹങ്ങൾ, സെക്സ്, അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ദ്രവ്യാഗ്രഹം, വിഗ്രഹാരാധന, അന്യായ ദ്രവ്യാഗ്രഹം, ലസ്റ്റ് ഓഫ് ഫ്ലഷ്, ജഡത്തിന്റെ ദുരാശ, ലസ്റ്റ് ഓഫ് ഐസ്, കണ്ണുകളുടെ ദുരാശ, ഗ്രീഡ്, അത്യാർത്തി, സുഖലോലുപത, തന്നിഷ്ടം. ഹൃദയം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. സ്വന്തം ഇഷ്ടം, സ്വന്തം ബോധ്യം, ഇതിനപ്പുറത്തേക്ക് ഹൃദയം വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. സെഫാനിയ 1:12, കർത്താവ് നന്മയോ തിന്മയോ ചെയ്യാൻ വരികയില്ല എന്ന് ആത്മഗതം ചെയ്ത് ജീവിക്കുന്നവർ. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അവരെ തിരസ്കരിച്ചിരിക്കുന്നു. അന്ന് ന്യായവിധിക്ക് നിൽക്കുമ്പോൾ കർത്താവേ കർത്താവ് എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, നിങ്ങളെ ഞാൻ അറിയുകയില്ല, അനീതി പ്രവർത്തിക്കുന്ന എന്നിൽ നിന്ന് ദൂരെ പോകുവിൻ. വീണ്ടും മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 18-ാമത്തെ തിരുലിഖിതം, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കൽ കൂടെ നിങ്ങൾ അറിയും. കർത്താവിൻ്റെ ദിനം സമാഗതമാകുമ്പോൾ, കർത്താവ് ന്യായം വിധിക്കുമ്പോൾ, അപ്പോൾ കർത്താവിനെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലും നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കൽ കൂടെ നിങ്ങൾ തിരിച്ചറിയും. ബുക്ക് ഓഫ് മലാക്കി chapter 3 verse 18, then once more you shall see the difference between the righteous and the wicked, between one who serves God and one who does not serve him. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. നീതിമാനും ദുഷ്ടനും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവവചനമനുസരിച്ച് ജീവിക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടം ബലി ചെയ്യുന്നവനും തന്നിഷ്ടം നടന്നാലും ദൈവനെ അനുഗ്രഹിച്ചു പറഞ്ഞ് ജീവിക്കുന്നവനും തമ്മിൽ വ്യത്യാസമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 തിരുലിഖിതങ്ങൾ, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ, വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്, അതിനെ കടന്നു പോകുന്നവരോ വളരെയാണ് താനും. പ്രിയ ദൈവ പൈതലേ, ഈ 2 വഴിയിൽ ഒരു വഴിയിലാണ് നമ്മുടെ ജീവിതം. നീ ഇന്ന് ഏത് വഴിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ നിമിഷങ്ങളിൽ നമുക്ക് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കുറച്ച് നേരം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ മുട്ടുമേൽ നിന്ന് നമ്മുടെ ജീവിതം പൂർണ്ണമായി യേശുവിന് സമർപ്പിക്കാം. വിശുദ്ധ ലിഖിതങ്ങളിൽ അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 19-ാം തിരുലിഖിതം, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ഇന്ന് ഞാനും നിങ്ങളും യേശുവിലേക്ക് തിരിഞ്ഞ്, അവിടുത്തെ കരുണയിലേക്ക് തിരിഞ്ഞ്
അവിടുത്തെ കുരിശുമരണത്തെ ധ്യാനിച്ച്, എൻ്റെ യേശുവേ, എൻ്റെ തന്നിഷ്ട സ്വഭാവം ഞാനിത് സമർപ്പിക്കുന്നു, എൻ്റെ പാപകരമായ വഴികൾ ഞാനിത് സമർപ്പിക്കുന്നു, അന്ധകാരപൂർണമായ എൻ്റെ ജീവിതം ഞാനിത് സമർപ്പിക്കുന്നു. എനിക്കൊരു വിശുദ്ധ ജീവിതം വേണം. എനിക്ക് അങ്ങയെ സ്നേഹിക്കണം, അങ്ങയുടെ വചനങ്ങളോടെ നടക്കണം. അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങൾ പാലിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങൾ പാലിക്കും. അങ്ങയുടെ വചനങ്ങളെ പാലിക്കാൻ വേദന എടുക്കണം. അതിനുവേണ്ടി എൻ്റെ ജീവിതം അർപ്പിക്കണം. എന്നെ സഹായിക്കണമേ. 2 കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. അനേകം വ്യക്തികൾ സൗഖ്യം പ്രാപിക്കുന്ന സമയമാണിത്. രോഗികൾ ഈശോയിലേക്ക് നോക്കി കരയുക. ബെത്സൈദ കുളക്കരയിൽ കരഞ്ഞ ആ നിസ്സഹായനായ മനുഷ്യനെ പോലെ വലിയ ഭാരങ്ങളും വേദനകളോടും കൂടി ഇരിക്കുന്ന മക്കളെല്ലാം ഇപ്പോൾ കർത്താവിനെ വിളിക്കുക. യേശുവേ, യേശുവേ എന്ന് ഉച്ചത്തിൽ വിളിക്കുക. കരങ്ങൾ ഉയർത്തുക, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കൈകൾ ഉയർത്തി എല്ലാ മക്കളും വിളിക്കുന്നു. ഇതാ ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകം ജീവിതങ്ങളെ വിടുവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എന്നരികിൽ വന്നു നീ സാന്ത്വനം പകരണേ. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസ്സു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ, എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ,